നമ്മളൊരു വീഡിയോ ചെയ്ത് നമ്മൾ അൺബോക്സ് കഴിഞ്ഞുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്യാമറ അൺബോക്സിങ് കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ സ്പിന്നർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. സ്പ്രിങ് അല്ല, സ്പിന്നർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ചെയ്യും. നമ്മൾ പേപ്പർ വെച്ചാണ് ചെയ്യുന്നത്. സാധാരണ ന്യൂസ് പേപ്പർ വെച്ചാലും ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ പറയുക, കുട്ടികൾക്കും വലിയവർക്കും ഇത് ചെയ്യാവുന്നതാണ്. വലിയവർ പിന്നെ ചെയ്യത്തൊന്നുമില്ല, കുട്ടികളാണ് കൂടുതലും സ്പിന്നർ ഇട്ട് കറക്കി നടക്കുന്നത്. നമ്മൾ 60 രൂപ 50 രൂപ ഒക്കെ കൊടുത്ത് സ്പിന്നർ കടയിൽ നിന്ന് പണ്ട് വാങ്ങുമായിരുന്നു. ഒരു ട്രെൻഡിങ് ആയിരുന്നു സ്പിന്നർ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി. അതായത് നമ്മളിപ്പോൾ ഒന്ന് പേപ്പറിൽ ചെയ്ത് നോക്കുകയാണ്. നമുക്ക് കറക്കാം. അതായത് ചിലവർ ഇത് ചെയ്ത് നിഞ്ച സ്റ്റാർ എന്നൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ എറിയുമ്പോൾ പറക്കുന്നത്. അത് നമ്മൾ എൻ്റെ അകത്ത് നടുക്കുന്ന നമ്മൾ വേറെ മോഡലും മാറ്റി സ്പിന്നർ ആക്കുകയാണ്. വലിയ ഇതൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ ആ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 2 കളർ പേപ്പർ വേണം. നമ്മൾ 2 കളർ പേപ്പർ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ഈ രൂപത്തിൽ മടങ്ങി കൊടുക്കുക. ഇത് കാണാൻ തോന്നും. ഈ രൂപത്തിൽ ചരിച്ച് ഇങ്ങനെ കറക്റ്റ് ലെവലാക്കി കൊടുക്കുക. പ്രശ്നമുണ്ടല്ലോ, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ മടക്കി കളയാം. രൂപത്തിൽ മടക്കി കളയാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ രൂപത്തിൽ ഇങ്ങനെ ഒന്ന് മടക്കുക. ഇങ്ങനൊരു പേപ്പർ ഈ രൂപത്തിൽ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഈ ഒരു അടിവശം വെച്ച് നമുക്കൊന്ന് കീറി കൊടുക്കാം. അപ്പോൾ ഈ രൂപത്തിൽ മടക്കിയതിന് ശേഷം ഇങ്ങനെ കീറുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാനാണ്. ഇത് നമുക്കിനി ആവശ്യമില്ല, ഏതായാലും ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഗായ്സ്, അങ്ങനെ ആ രൂപത്തിൽ എടുത്തതിന് ശേഷം ഈ രൂപത്തിലോട്ട് മടക്കുക. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക. 2 എൻഡും ഒരേപോലെ വെച്ച് ഈ ഒരു രൂപത്തിൽ മടക്കിയെടുക്കുക. ഓക്കെ, അതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു മടക്കം കൂടി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണാൻ കഴിയും. ഒന്നുകൂടി മടക്കുക. ഓക്കെ, ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു രൂപത്തിൽ താഴോട്ട് മടക്കുക. കണ്ടോ? അപ്പോൾ 3 മടക്കാണ് വരുന്നത്. നമ്മൾ ചെറിയ സ്ക്വയർ എടുത്തതിന് ശേഷം എന്നിട്ട് ഇത് നല്ലപോലെ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സൈഡ് പിടിച്ച് ഈ ഒരു വരയുടെ അവിടുന്ന് അങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും. ഈ രൂപത്തിൽ മടക്കി കൊടുക്കുക. ഈ രൂപത്തിൽ മടക്കി കൊടുക്കുക. ഇനി ശേഷം ഈ രൂപത്തിൽ വെച്ചിട്ട് കാണാം. ഈ രൂപത്തിൽ ഇങ്ങോട്ട് മടക്കുക. നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതിപ്പോൾ അതുപോലെ ചെയ്യുക. പിന്നെ അങ്ങോട്ട് മടക്കുന്നതിന് പകരം ഇങ്ങോട്ട് മടക്കുക. ഓക്കെ, ഫസ്റ്റ് നമ്മൾ 2 ഡിഫറെൻറ്റ് കളറാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 നമുക്ക് വേണം. ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് വെച്ച് അപ്പോൾ ഗൈസ്, നമ്മൾ 2 അങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു രൂപത്തിൽ വെക്കുക. ഈ രൂപത്തിൽ വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മുടെ ഈ പച്ചയുടെ ഇതിൻ്റെ അടിയിലോട്ട് കയറ്റുക. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുക. പിന്നെ ഇതിങ്ങനെ കയറ്റുക. ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗം ഇത് മടക്കി ഇതിൻ്റെ അടിയിലോട്ടും കയറ്റുക. നമുക്ക് കാണാം. കറക്റ്റായിട്ട് കയറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ അതവിടെ ഇരുന്നോളും. ഒരു ലോക്ക് പരുവത്തിൽ കണ്ടോ. ഇനി നമ്മൾ ചെന്ന് വെച്ചാൽ തിരിച്ചതിന് ശേഷം ഈ ഒരു രൂപത്തിൽ ബാക്ക് കാണും. അപ്പോൾ ഈ ഒരു സംഭവം ഈ പച്ച ഇത് ഇങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ട് കയറ്റുക.
ഇങ്ങനെ അടിയിലോട്ട് കയറ്റി കൊടുക്കുക. പിന്നെ ഇപ്പുറത്തത് ഇതിൻ്റെ അടിയിലോട്ടും കയറ്റി കൊടുക്കുക. നമ്മൾ കറക്റ്റായിട്ട് മടക്കുക. ഇത് ഇങ്ങനെ പൊക്കണം. നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇത് കുറച്ച് പാടാണ്, അതായത് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ടാണ്. ഈ രൂപത്തിൽ ഇതിൻ്റെ അടിയിലോട്ട് കയറ്റി കൊടുക്കുക. സ്റ്റാർ കിട്ടും. ഈ ഒരു രൂപത്തിൽ നമുക്ക് ആ സ്റ്റാർ കിട്ടും. കണ്ടോ ഗൈസ്, കാണാൻ തോന്നുന്നു. ഈ ഒരു രൂപത്തിൽ നമുക്ക് ആ ഒരു സ്റ്റാർ കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ബാക്കി പരിപാടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ നടുക്കൊരു ഹോൾ ഇടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾ ഇട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു സ്പിന്നറിൻ്റെ നടുക്ക് കത്രി കൊണ്ട് ഇതൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാ നിങ്ങൾക്ക് കാണാം, ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തോട്ട് ഇറങ്ങണം, കണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെറിയൊരു ബഡ്സ് എടുക്കുക. ഇതിന് ശേഷം നടുക്ക് വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ചെറിയ കമ്പ് വേണം. അതിനാണ് ഈ ഒരു രൂപത്തിൽ ചെറിയൊരു പീസും വേണം. ഇതാ ഒരു ഇത്രയും ചെറിയ പീസ് വേണം. സ്പിന്നറിൻ്റെ അകത്തൂടെ ഇത് നമ്മളിതാ കാണാം, ഇതിൻ്റെ അകത്തൂടെ നമ്മൾ താഴോട്ട് ഇറക്കി കൊടുക്കുക. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതാ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതുപോലെ 2 ചെറിയ ചട്ടക്കടലാസ് ചെറിയ പീസ് വേണം. ഓക്കെ, ഇതുപോലത്തെ 2 നമുക്ക് വേണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്പിന്നറിൻ്റെ കറക്കുന്ന ഭാഗത്ത് ഒട്ടിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഒരു കളർ പേപ്പറൊക്കെ ഇട്ടൊന്ന് പൊതിഞ്ഞുകൊണ്ട് വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ 2 ഈ രൂപത്തിൽ നമ്മളൊന്നൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കിനിപ്പോൾ സ്പിന്നർ എടുക്കുക. എന്നിട്ട് നമ്മൾ ആ കയറ്റി വെച്ച സാധനം അവിടെ ഇരിപ്പുണ്ട്. അതിന് ശേഷം ഈ ഒരു രൂപത്തിൽ നമുക്കിങ്ങനെ വെച്ച് കൊടുത്ത് തിരിച്ചിട്ട് നമ്മളൊരു സൂപ്പർ ഗ്ലൂ ഒഴിച്ച് കൊടുക്കാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് അപ്പുറവും ഇപ്പുറമായിട്ട് നമ്മൾ 2 എടുത്തിട്ടുണ്ടല്ലോ, അപ്പുറം ഇപ്പുറമായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രൂപത്തിൽ വെക്കുക. എന്നിട്ട് ഈ ഒരു കമ്പ് നമ്മൾ ആദ്യം ഒട്ടിക്കാൻ പോവാണ്. നമുക്കിത് വശമില്ല, ആ ഗൈസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ടിട്ടുണ്ട്. കണ്ടോ ഗൈസ്? ഓക്കെ, ഇപ്പോൾ അത് സെറ്റായിട്ടുണ്ട്, ഒട്ടത്തൊന്നുമില്ല. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം മറ്റേ സൈഡ് കൂടി നമുക്ക് ഒട്ടിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ അത് അപ്പുറം ഇപ്പുറം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇച്ചിരി നീളം കൂടിപ്പോയി ഗൈസ്. ഇവിടെ കുറച്ച് നീളം കൂടുതലാണ് നമ്മൾ ചെയ്തതിൽ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ബാക്കി സ്പിന്നർ കറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റായിട്ട് കറങ്ങും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ കറക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷ്വൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതായത് കറക്കുന്നതിൻ്റെയൊക്കെ ഒരു ചെറിയ വിഷ്വൽ അടിപൊളിയായിട്ട് കറങ്ങും ഗൈസ് ഇത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കറങ്ങുന്നതിൻ്റെ വിഷ്വൽ. ഓക്കെ, അപ്പോൾ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, സ്പിന്നർ ഉണ്ടാക്കില്ല. അപ്പോൾ എല്ലാവരും ഇതാ കണ്ടോളൂ, നമ്മുടെ സ്പിന്നർ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പിന്നർ ഇതാണ്. ജസ്റ്റ് ഇതാ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി, അടിപൊളിയായിട്ട് കറങ്ങും. എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് സ്പിന്നർ. എന്താ നല്ല അടിപൊളിയായിട്ട് കറങ്ങുന്നുണ്ട്, രക്ഷയില്ല. എന്താ ഓക്കെ ഗൈസ്. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു സ്പിന്നർ ഉണ്ടാക്കുന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നത് തന്നെയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട തീർച്ച ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അങ്ങ് അടിച്ചു പൊട്ടിച്ചിക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വ്യത്യസ്തമായ പേപ്പർ വെച്ച് ഉണ്ടാക്കുന്ന സിമ്പിൾ ബോർഡറിങ് അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അടുത്ത കിടിലം വീഡിയോ കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും ബൈ.